ഈ വീഡിയോ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് കേട്ടോ. കാരണം സന്തോഷവും സങ്കടവും ഒക്കെ ഒരുപോലെ വന്നൊരു ദിവസമായിരുന്നു കേട്ടോ അത്. എൻ്റെ അനിയൻ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ 2 ദിവസം മെനഞ്ഞാന്നിൻ്റെ അന്ന് അവൻ മലയ്ക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു കെട്ടുനിറയൊക്കെയാണ് ഈ കാണുന്നത്. സന്തോഷം വേറെ ഒന്നുമല്ല, അവൻ കുഞ്ഞിലെ തൊട്ട് ഒത്തിരി ഭയങ്കര ഭക്തിയായിരുന്നു അവന്. അപ്പോൾ അന്ന് തൊട്ടേ അവന് ഭയങ്കര ആഗ്രഹം മലയ്ക്ക് പോകണമെന്ന്. പിന്നെ അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇച്ചിരി പാർട്ടി ബേസ്ഡായിട്ട് പാർട്ടിയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അച്ഛൻ നിരീശ്വരവാദിയാണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ പിന്നെ വിശ്വാസിയാണെന്ന് വെച്ചാൽ അല്ല, ആ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരാളാണ്. ഞങ്ങളായതിൻ്റെ ശേഷം അങ്ങനെ മലയ്ക്കൊന്നും പോയിട്ടില്ല. വീടൊക്കെ വെച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ അതിലോട്ട് അച്ഛൻ തിരിഞ്ഞിട്ടില്ല. പിന്നെ അന്ന് തൊട്ട് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അവൻ്റെ പ്രായത്തിലുള്ള മക്കളൊക്കെ പോകുമ്പോൾ അവന് ഭയങ്കര വിഷമമായിരുന്നു. മലയ്ക്ക് പോകണമെന്നും പറഞ്ഞ് കുറേ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൻ പഠിച്ച് ഒരു ജോലിക്ക് ഇപ്പോൾ കയറി. പണ്ടത്തെ പോലെ ഒന്നുമല്ല, അവന് സ്വന്തമായിട്ട് തീരുമാനമുണ്ട്, അഭിപ്രായമുണ്ട്. അപ്പോൾ അവൻ തന്നെ തീരുമാനിച്ചു കേട്ടോ മണ്ഡലമാസത്തെ മല കയറാമെന്നുള്ളത്. അങ്ങനെ ഈ വർഷം കന്നിസ്വാമിയായിട്ട് മല കയറാമെന്നുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെന്നോട്ടോ ആദ്യം തിരക്കിയത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനായിരുന്നു, ഒന്ന് വീടിൻ്റെ അടുത്തുള്ള ചേട്ടനോ, പിന്നെ അവരുടെ ഒരു മോനും കേട്ടോ പോകുന്നത്. കഴിഞ്ഞതാണെങ്കിൽ പോലും അതിനൊന്ന് ജസ്റ്റ് കാണിക്കുന്നതാണ്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണേണ്. അപ്പോൾ അവൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് കൂടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ എല്ലാം കാണണം, ചെയ്യണം, എല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. കെട്ടുനിറയിൽ അരിയിടണം, അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാനെല്ലാം വീഡിയോ കോൾ ചെയ്തിട്ടാണ് കാണുന്നത്. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കുഞ്ഞിലുള്ളൊരാഗ്രഹമായിരുന്നു, അത് നടന്നല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് അവന് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സങ്കടം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങുന്ന സമയത്ത് വിളിക്കണമെന്ന്. പക്ഷെ അവരാരും തന്നെ ഓർത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ ആദ്യമായിട്ട് പോണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു വെപ്രാളത്തിലും രാവിലത്തെ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് അവരെന്നെ വിളിക്കാൻ വിട്ടുപോയി. വെറുതെ ഒന്ന് വീട്ടിലോട്ട് വിളിച്ചേക്കാമെന്ന് ഓർത്ത് ഞാൻ വിളിക്കുമ്പോൾ കാണുന്നത് ഇതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ 2 ഭാഗമായിട്ട് കാണാം. ഒന്ന് സ്റ്റേജിൽ അച്ഛൻ നിന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നതാണ്, പിന്നെ താഴെ നിന്ന് ജിനു ഇങ്ങനെ കാണിക്കുന്നതാണ്. 2 ഭാഗമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ജിനു എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ ഹസ്ബൻഡ്. അപ്പോൾ 2 പേരും ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് സങ്കടം. ഞാനിപ്പോൾ എന്നെ കാണുന്ന ഭാഗം ഞാൻ ബ്ലറിലാക്കി വെച്ചേക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിളിച്ച സമയത്ത് ഈ ഭാഗമായിട്ട് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി എന്ന് വെച്ചാൽ നല്ല വിഷമമായി. ഞാൻ ഇത്തിരി കരഞ്ഞൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗം കാണണ്ട. പിന്നെ രാവിലെ തന്നെയല്ലേ, അപ്പോൾ ആ ഒരു ലുക്കും അത്ര നല്ലതൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ആ ഭാഗം അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കണേ. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ദൈവാധീനം കൊണ്ട് വിളിക്കാൻ തോന്നി അന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെയും കാണില്ല. അതെനിക്കൊരു വിഷമം ഇപ്പോഴും ഉള്ളിൽ. എന്നാലും അവരെന്നെ മറന്നല്ലോ എന്ന് എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കൂട്ടോ. ഇങ്ങനെ എല്ലാവരുടെയും കഴിഞ്ഞ് അവർ ഇറങ്ങാറായിട്ടോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിട്ടൊരു കാര്യം ഓർത്ത്. അതായത് ഞാനൊക്കെ UPS ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ ആ മണ്ഡലമാസ സമയങ്ങളാകുമ്പോൾ ചില പിള്ളേരൊക്കെ ഇങ്ങനെ കറുപ്പുടുത്തൊക്കെ വരും, ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു താല്പര്യം, അതിന് മലയ്ക്ക് പോകണം എന്നുള്ള. ആ സമയമൊക്കെ പ്രത്യേകിച്ച് മാമൻ്റെ മക്കൾ അവരൊക്കെയാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കും ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് മിക്ക ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കരച്ചിൽ തുടങ്ങും, മലയ്ക്ക് പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പിന്നെ സ്വാഭാവികമായിട്ട് അച്ഛന് എന്തോ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അച്ഛൻ പോയില്ല എന്ന് പറയും. പിന്നെ നേരെ അച്ഛൻ പോയില്ലെങ്കിൽ പിന്നെ നമ്മളും പോയില്ലല്ലോ. പിന്നെ ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മേലത്തെ വീട്ടിൽ, ഞങ്ങൾ മേലത്തിൽ അച്ഛൻ എന്നാണ് പറയാറ്. അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാനും പോരട്ടെ, മലയ്ക്ക് പോരട്ടെ എന്നൊക്കെ അച്ഛനോട് ഒത്തിരി കരഞ്ഞു പറയും. അപ്പോൾ അച്ഛൻ പറയും നിനക്ക് പോകാൻ പറ്റില്ല. പക്ഷേ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം പറയും. നമുക്ക് പ്രായമുണ്ടല്ലോ, ഇപ്പം പിള്ളേർക്ക് ഒരു പ്രായം കഴിഞ്ഞ് പോകാൻ പാടില്ലല്ലോ. നേരെ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നീ വയസ്സാവുമ്പോൾ നിൻ്റെ കിണവനെയും കൂട്ടി നിങ്ങൾ പൊക്കോ, ഇനി നിനക്ക് പോകാൻ പറ്റൂല എന്ന്. പക്ഷെ ഞാനിപ്പോൾ എന്താണെന്നറിയില്ല, ആ ഒരു ഭാഗം ഓർക്കുക. അച്ഛൻ മറ്റിട്ട് കുറേ ആയി കേട്ടോ. എന്നാലും ചില സമയത്ത് ആ ഭാഗം മണ്ഡലമാസമാകുമ്പോൾ അച്ഛനെ ഓർക്കാറുണ്ട്, അച്ഛൻ പറഞ്ഞ കാര്യം ഓർക്കാറുണ്ട്. എന്നെ കൊണ്ടോട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ടാട്ടോ ഇവർ ശബരിമലയ്ക്ക് പോകാനുള്ള കിട്ടുന്നവരൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അവർ പോകുന്ന ബസ്സാണിത്. അപ്പോൾ അവരെല്ലാവരും കൂടി വണ്ടിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് വലം വയ്ക്കണമായിരുന്നു കേട്ടോ. തൊഴുത് ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. മല കയറുന്ന എല്ലാ സ്വാമിമാർക്കും അയ്യപ്പനെ കണ്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.